പ്രേക്ഷകരെ, ഇന്ന് പറഞ്ഞ പോലെ യോഗാ ദിനമാണ്. നമ്മുടെ ശരീരത്തിന്റെയും മനസ്സിന്റെയും സമന്വയത്തിനും ആരോഗ്യകരമായ ജീവിതത്തിനും യോഗ നൽകുന്ന സന്ദേശം ലോകം മുഴുവൻ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകളാണിത്. നമ്മുടെ സ്വന്തം പൈതൃകമായ കളരിപ്പയറ്റും ശരീരശക്തിയും മാനസിക ഏകാഗ്രതയും ആത്മവിശ്വാസവും വളർത്തുന്ന ഒരു സമഗ്ര പരിശീലന രീതിയാണ് അല്ലേ. യോഗയും കളരിയും ഒക്കെ ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് നമ്മളെ നയിക്കുന്നതും, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഐക്യം. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗാ ദിനത്തിൽ നമ്മളോടൊപ്പം ചെയ്യുന്നത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച്. നമ്മളിപ്പോൾ കുറച്ച് മുൻപ് കണ്ട അഗസ്ത്യം കളരിയുടെ സ്ഥാപകൻ, കളരി ഇന്നോവേറ്റർ ആൻഡ് റിസർച്ചർ, എക്സ്പേർട്ട് ഇൻ യോഗ, കളരി മർമ്മ തെറാപ്പി, ഓതർ ആൻഡ് ഫിലിം മേക്കർ, ട്രെയിനർ ഫോർ ഇന്ത്യൻ ഡിഫൻസ് ആൻഡ് സെക്യൂരിറ്റി ഫോഴ്സസ്, ഇന്ത്യൻ നോളജ് സിസ്റ്റം ലീഡർ, ഗ്ലോബൽ മാർഷൽ ആർട്സ് ഇൻഫ്ലുവൻസർ വിത്ത് 2 million plus followers and advocate for traditional Indian martial arts and holistic wellness. കുറേ ഇല്ലേ, ഇത് കുറച്ചാണ്, ഇനിയും ഒരുപാടുണ്ട് ഇദ്ദേഹത്തെക്കുറിച്ച് പറയാനായി. മറ്റാരുമല്ല, നമ്മൾ കുറച്ച് മുൻപ് കണ്ട ശ്രീ മഹേഷ് ഗുരുക്കൾ. പേഴ്സണലി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് അതിയായ സന്തോഷവും ഒപ്പം അഭിമാനവും ഒക്കെ ഉണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ മഹേഷ്, സ്വാഗതം ഹെലോ മലയാളത്തിലേക്ക്. നമസ്കാരം. നമസ്കാരം സേതു. സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഒപ്പം തന്നെ യോഗാ ദിന ആശംസകൾ. നമസ്കാരം. നമസ്കാരം. താങ്ക് യു. തിരിച്ചും. ഓക്കെ ശ്രീ മഹേഷ്, ഇപ്പം ഇന്ത്യയിൽ ഉണ്ടായ ഒരു ജീവിതചര്യ, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഒന്ന് യോഗ, അത് ലോകം മുഴുവൻ ആചരിക്കുകയാണിപ്പോൾ. ആ ഒരു ആചരണം തുടങ്ങിയിട്ട് ഇന്നേക്ക് ഒരു പതിറ്റാണ്ട് പിന്നിടുകയാണ്. ഈ ഘട്ടത്തിൽ അങ്ങ് ഈ യോഗയുടെ ഈ ഒരു ജേർണിയെ വിലയിരുത്തുമ്പോൾ എങ്ങനെയാണ്? ലോകത്തിന് മുൻപിൽ ഭാരതം കാഴ്ചവെച്ച ഏറ്റവും മഹത്തരമായ ഒരു ജീവിത ശൈലിയാണ് യോഗ എന്നുള്ള വാക്ക്. യോഗ ചിത്തവൃത്തി നിരോധക എന്നാണ് ആ വാക്കിൻ്റെ ഡെഫിനിഷൻ. ചിത്തവൃത്തികളെന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഇപ്പോൾ ആൾക്കാരെല്ലാം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. നമുക്കറിയാം, അർബുദമാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർക്ക് ബാധിച്ചിരിക്കുന്ന ഒരു രോഗം നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇപ്പോൾ അതിനും മുകളിലേക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് കടന്നെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ അമേരിക്കയിലെ സാപ്പിയൻ ലാബ്സ് ഒരു സ്റ്റഡി നടത്തി. ലോകത്തിൻ്റെ മെൻ്റൽ ഹെൽത്ത് കോഷ്യൻ്റ് ഏതാണ്ട് 84 രാജ്യങ്ങൾ പങ്കെടുത്ത ഒരു സ്റ്റഡിയിൽ ഇന്ത്യ ഏതാണ്ട് 60ാം സ്ഥാനത്താണ് എന്നുള്ളതൊരു പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മറ്റു രാജ്യങ്ങളും ഒരുപാട് നമ്മളെക്കാളും മോശമായിട്ട് മെൻ്റൽ ഹെൽത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധിയായിട്ട് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളർന്നു വരുന്നുവെന്ന് ലോകാരോഗ്യ സംഘടന കൂടി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നമുക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ, ഭാരതം ലോകത്തിന് വേണ്ടി സമ്മാനിച്ച ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷനാണ് യോഗ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ, നമ്മുടെ ശരീരത്തിനെ ഏറ്റവും മനോഹരമായ രീതിയിൽ എലിവേറ്റ് ചെയ്യാൻ, നമുക്കൊരു പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ജീവിതശൈലി ഉണ്ടാക്കാൻ, ജീവിതം തന്നെ പടുത്തുയർത്താൻ യോഗ സഹായിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റീസെൻ്റ്ലി ഞാനിപ്പോൾ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്തപ്പോൾ ഇറ്റലിയിലെ ഇന്ത്യൻ എംബസിയിൽ ഇൻ്റർനാഷണൽ യോഗ ഡേയിൽ എനിക്ക് അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റി. അപ്പോഴും ഞാൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, ആയുർവേദം പറയുന്നു പുനവിത്ത പുനമിത്ര പുനഃഭാര്യ പുനമിഹി ഏതാത് സർവ പുനർലഭ്യ ന ശരീര പുനഃപുന. അതായത് നമുക്ക് ജീവിതത്തിൽ എന്ത് വേണമെങ്കിലും തിരിച്ചു പിടിക്കാം. ഇപ്പോൾ ധനം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാം, സൗഹൃദം നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കുടുംബം ചിലപ്പോൾ പ്രശ്നങ്ങളായി പോയാൽ നമുക്ക് നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ ഒരിക്കൽ നമ്മുടെ ശരീരം നമ്മളെ കൈവിട്ട് പോയാൽ പിന്നെ നമുക്കത് തിരിച്ചു പിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആയുർവേദവും പറയുന്നത്. അതുകൊണ്ട് യോഗയും കളരിയും എല്ലാം ഒരേ തൂവൽ പക്ഷികളാണ്. മനസ്സിനെ ശക്തിപ്പെടുത്തുക, അതിലൂടെ ശക്തമായൊരു ജീവിതം നമുക്ക് കെട്ടിപ്പടുക്കാനുള്ള ഒരു മനോഹരമായ മാർഗമാണ് അത്. നിശ്ചയമായും ഇപ്പം യോഗയെക്കുറിച്ച് പറഞ്ഞു, അതിനൊപ്പം തന്നെ അങ്ങ് ഇന്ത്യൻ മാർഷൽ ആർട്സിൻ്റെ പ്രചാരകൻ കൂടിയാണ്. പക്ഷെ ഇപ്പം ഈ ഇന്ത്യൻ മാർഷൽ ആർട്സിനെ, പ്രത്യേകിച്ച് കളരിപ്പയറ്റ് പോലെയുള്ളവയെ, നമ്മുടെ സാംസ്കാരികമായ പൈതൃകത്തെ ഏറ്റെടുക്കാനായി, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് നമ്മളെ ഒരു ജീവിതമൊക്കെ ഒഴിഞ്ഞു വെച്ച് അതിനുവേണ്ടി ഫോക്കസ് ചെയ്ത് പോകുന്ന ആളുകളാണ് കൂടുതൽ. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾ താരതമ്യേന കുറവാണെന്ന് തോന്നുന്നു. അങ്ങക്ക് എന്താ തോന്നുന്നത്? തീർച്ചയായിട്ടും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കളരിപ്പയറ്റ് ഒരു നാഷണൽ സ്പോർട്സ് ഇവൻ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു പ്രചാരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ
ഇപ്പോൾ നാഷണൽ ഗെയിംസിൽ കളരിപ്പയറ്റ് കേരള കളരിപ്പയറ്റ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പല സംസ്ഥാനങ്ങളിലും കളരിപ്പയറ്റിനെ കുറിച്ച് പഠിക്കാൻ ഉള്ള സ്റ്റുഡൻസ് ഒരുപാടധികം വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയുടെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ 80% ഇന്ത്യക്കാർക്കും കളരിപ്പയറ്റ് എന്നൊരു ആയോധനകല ഉണ്ടെന്ന് അറിയില്ല, ഇന്ത്യയുടെ പോപ്പുലേഷൻ നമ്മൾ എടുക്കുമ്പോൾ. എന്നാൽ അതേസമയം ഈ 80% ആൾക്കാർക്കും ചൈനീസ് മാർഷൽ ആർട്ടുകളെ കുറിച്ച് നന്നായിട്ട് ബോധ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ കരാത്തയെക്കുറിച്ചോ കുങ്ഫുവിനെ കുറിച്ചോ അങ്ങനെ ഒരു ആയോധനകല ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ കളരിപ്പയറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതിനൊരു ആഗോളതലത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ നല്ലൊരു പ്രചാരത്തിൻ്റെ ആവശ്യമുണ്ട്, ഒരു അവബോധത്തിൻ്റെ ആവശ്യമുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ ഒരു ദിവസം ഏതാണ്ട് 150-ൽ പുറത്ത് യുവാക്കൾ ആത്മഹത്യ ചെയ്യുന്നൊരു നാടാണ് നമ്മുടെ ഭാരതം. എന്തുകൊണ്ടിത് സംഭവിക്കുന്നു? സോ നമ്മൾ തന്നെ അഗസ്ത്യൻ തന്നെ ഒരുപാട് നമ്മുടെ വർക്ക്ഷോപ്പുകളും ഒക്കെ ആയിട്ട് പല IITസിൽ ട്രാവൽ ചെയ്തു. ഇന്ത്യയിലെ പല IITസിൽ ഖരഗ്പൂറും റൂർക്കിയും റോപ്പാറിലും ഒക്കെ നമ്മൾ പോയപ്പോൾ ഇന്ത്യയിലെ IITകൾ പോലും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന ആത്മഹത്യാ പ്രവണതയാണ്. അതൊരു ബേണിംഗ് ഇഷ്യൂ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വർഷം നമുക്ക് 60,000-ഓളം യുവാക്കളെ, പ്രത്യേകിച്ച് എസ്പെഷ്യലി 16 വയസ്സ് മുതൽ 28 വയസ്സ് വരെയുള്ള യുവാക്കളെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തുകൊണ്ടാണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇവരുടെ റെസിലിയൻസ്, ഭയം, ജീവിതത്തിനെ നേരിടാനുള്ള ഉൾക്കരുത്ത് ഇതെല്ലാം പഠിപ്പിക്കുന്ന ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രാക്ടീസുകളും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കളരിപ്പയറ്റ് മഹത്തരമായിട്ടുള്ളൊരു ആയോധന കലയാണ് റെസിലിയൻസ്. അതായത് ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും വീണ് പോകുന്ന സാഹചര്യത്തിൽ വീണ് കിടക്കരുത്, വി ഷുഡ് ബൗൺസ് ബാക്ക്. നമുക്ക് തിരിച്ചെഴുന്നേറ്റ് വരാനുള്ള ഉൾക്കരുത്താണ് കളരിപ്പയറ്റ് പോലുള്ള ആയോധന കലകൾ നൽകുന്നത്. അതുകൂടാതെ തന്നെ ഭയരാഹിത്യം. സ്വാമി വിവേകാനന്ദൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഫിയർ ഈസ് ദ റൂട്ട് കോസ് ഓഫ് ഓൾ മിസറീസ് ഇൻ ദ വേൾഡ്. ലോകത്തിലെ എല്ലാ ദുഃഖങ്ങളുടെയും റൂട്ട് കോസ് നമ്മൾ അന്വേഷിക്കുമ്പോൾ അത് ഭയമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഭയരാഹിത്യം വളരെ ആവശ്യമുണ്ട്. ഫിയർലെസ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടാകണം, പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു സൊസൈറ്റി ഉണ്ടാകണം. ഇതിനു വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പിരിറ്റ് ഓഫ് വാറിയർ നമ്മൾ പറയും. ഒരു വാറിയർ സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് നഷ്ടമായിരിക്കുന്നു. വാറിയർ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ അത് ഒരു ഫൈറ്റർ എന്നുള്ള നിലയിലുള്ളതല്ല, നമുക്കൊരു പ്രശ്നങ്ങളിൽ പോയി കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന ഒരാൾ എന്നുള്ളതല്ല. വാറിയർ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൊഫൗണ്ടായിട്ടുള്ള ജീവിത ശൈലിയെ കാണിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ യാത്ര ചെയ്തു വന്ന ഒരുപാട് യാത്രികർ, പ്രത്യേകിച്ച് 14-ാം നൂറ്റാണ്ടിൽ വന്ന അബ്ദുൾ റസാഖ് സമർഖണ്ഡി, 16-ാം നൂറ്റാണ്ടിലെത്തിയ ഡുറൈറ്റ് ബാർബോസ തുടങ്ങിയ യാത്രികരെല്ലാം കളരിപ്പയറ്റിനെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലായിട്ടാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അനന്തമാണ്. കൂടുതൽ പ്രചാരം ആവശ്യമുണ്ട്. യുവാക്കൾക്കിടയിൽ കരുത്ത് പകരാൻ കളരിക്ക് കഴിയും. നിശ്ചയമേ നമ്മളിപ്പം ഈ ചൈനയിലെ ഷാവുലിൻ ടെമ്പിളിലൊക്കെ കുറേ പേര് പോവുകയും അവിടെ പിന്നെ ഇതുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും പക്ഷേ കളരിപ്പയറ്റിന് അതിനൊരു കേന്ദ്രീകൃത സ്വഭാവം ഇല്ലയോ ഉണ്ടോ ആ രീതിയിൽ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ഘട്ടം കൂടിയാണല്ലോ ഇത്. ശ്രീ മഹേഷ്, ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന പോലെ യോഗാ ദിനമാണ് ഇന്ന്. ഇപ്പോൾ യോഗയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴത്തേക്കും യോഗ ഏത് പ്രായക്കാർക്കും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യുകയും നമ്മുടെ മനസ്സിന് കുറച്ച് സ്ഥിരതയും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കഴിയുകയും ചെയ്യുമെന്ന് പറയും. പക്ഷേ കളരിപ്പയറ്റിലേക്ക് വരുന്ന സമയത്ത് അതിനൊരു കൃത്യമായൊരു പ്രായമുണ്ടോ? ഇപ്പം ശരീരത്തിനൊരു വഴക്കവും ഒക്കെ വേണമല്ലോ ഈ കളരിപ്പയറ്റിൻ്റെ ആയോധന മുറകളൊക്കെ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഒരു നിശ്ചിത പ്രായം ഈ കളരിക്ക് ഉണ്ടോ, അതോ ഏത് പ്രായത്തിലുള്ളവർക്കും കളരിയിൽ ജോയിൻ ചെയ്യാൻ കഴിയുമോ? പരമ്പരാഗതമായിട്ട് നമ്മൾ കളരികളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ കളരിയിലേക്കുള്ളൊരു എൻട്രി പോയിന്റ് ഒരു 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ആയിരുന്നു. പക്ഷെ ഒരുപാടധികം ഗുരുക്കന്മാർ ഇപ്പോൾ കളരി ഫോർ ഓൾ ഏജസ് എന്നുള്ളൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 2018 അഗസ്ത്യം കളരി നല്ലുടൽ ഗുഡ് ബോഡി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്നു. ഒരു ഇന്നോവേറ്റീവ് പ്രോഗ്രാമാണ്. അതായത് ഏത് പ്രായത്തിലുള്ളവർക്കും കളരിയിൽ പരിശീലിക്കാം എന്നുള്ളതാണ് ആ ഒരു കോൺസെപ്റ്റിൻ്റെ അർത്ഥം. 2018 നമ്മളൊരു നല്ല രീതിയിൽ അതിനെ പ്രചരിപ്പിച്ചു. അപ്പോൾ നമ്മുടെ കളരികളിൽ എനിക്ക് സന്തോഷപൂർവ്വം പറയാൻ പറ്റുന്നത് 7 വയസ്സ് മുതൽ ഏതാണ്ട് 80 വയസ്സ് വരെയുള്ള ആൾക്കാർ പരിശീലിക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും നമുക്ക് കളരിപ്പയറ്റിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം ഫിസിക്കലി നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു കാർഡിയോവാസ്കുലർ എക്സസൈസാണ്. നല്ലൊരു റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്, അതായത് മസിൽ ബിൽഡിംഗ് ട്രെയിനിങ് ആണ്. ഒബിയസ്ലി അതൊരു ഫ്ലെക്സിബിലിറ്റി ട്രെയിനിങ് ആണ്. ബോഡി ബാലൻസിങ് ആർട്ടാണ്. ഇപ്പോൾ ഈ 4 കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാർഡിയോവാസ്കുലർ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, റെസിസ്റ്റൻസ്, ബോഡി ബാലൻസ്, ഈ 4നെയും കുറയുന്നതിനെയാണ് നമ്മൾ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്, അല്ലേ?
നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാലൻസ് നഷ്ടപ്പെടുന്നു, മസിൽ എട്രോഫി വന്ന് മസിൽ പോകുന്നു, കാർഡിയോവാസ്കുലർ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയൊക്കെ ഇല്ലാതാകുന്നു. ഇതാണ് ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. കളരിപ്പയറ്റിൻ്റെ ഒരു വലിയ സാധ്യത ഞാൻ കാണുന്നത് ഇതിനെല്ലാം റിവേഴ്സ് ചെയ്യാനൊരു സാധ്യത കളരിയിലുണ്ട്. പ്രത്യേകിച്ച് കാർഡിയോവാസ്കുലർ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും മസിൽ സ്ട്രെങ്തനിയും എല്ലാം കളരിയിൽ ഒരു കംപ്ലീറ്റ് എക്സസൈസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കളരിപ്പയറ്റ് ശരീരത്തിനെ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ മൈൻഡിനെ ഷാർപ്പൻ ചെയ്യുന്നു. അതുപോലെ ഇമോഷണലി നമ്മളെ ബാലൻസ് ചെയ്യുന്നു, സ്പിരിച്വലി നമ്മളെ എലിവേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരുപാടധികം സാധ്യതകളുള്ള കേരളത്തിൻ്റെ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആയോധന കലയാണ് കളരിപ്പയറ്റ്. എസ്പെഷ്യലി നമുക്ക് ഇന്നത്തെ യോഗ ഡേയുടെ മോട്ടോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യോഗ ഫോർ ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ്. അതായത് ഒരു ഹെൽത്തി ഏജിങ് എങ്ങനെ പോസിബിൾ ആകുന്നു ഇത്തരം ആയോധന കലകളിലൂടെ അല്ലെങ്കിൽ യോഗയിലൂടെ എന്നുള്ളതാണ്. ഇന്നിപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കളരിയിൽ നല്ലുടൽ ചെയ്യുന്ന ഏതാണ്ട് 250ഓളം സ്റ്റുഡൻസ്, അഗസ്ത്യത്തിലെ 250ഓളം സ്റ്റുഡൻസ് നമ്മളിവിടെ തിരുവനന്തപുരത്ത് ഗോൾഫ് ക്ലബ്ബിൽ ഒത്തുകൂടുകയും നമ്മൾ പ്രാണ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പ്രോഗ്രാമുണ്ട്, ഹൗ ടു ബ്രീത്ത് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ഏതാണ്ട് 1 മണിക്കൂറോളം നല്ല രീതിയിൽ ശ്വാസോച്ഛ്വാസ വ്യായാമം ചെയ്തതിന് ശേഷമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഈ ഇടയ്ക്ക് ഈ ഇന്ത്യൻ സേനയ്ക്കും സൈന്യത്തിനും കുറച്ച് കളരിമുറകൾ പറഞ്ഞു കൊടുത്തു എന്നറിഞ്ഞു, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ആ അനുഭവം എങ്ങനെയായിരുന്നു? വളരെ നല്ലൊരു അനുഭവമാണ്. 2 കാര്യങ്ങളാണ്. അക്സെപ്റ്റൻസ് വളരെയധികം കൂടിയിട്ടുണ്ട് കളരിപ്പയറ്റിന്. ഇപ്പോൾ ഒരുപാട് യുവാക്കൾ കളരിപ്പയറ്റിൻ്റെ പ്രചാരകരായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഗുരുക്കന്മാർ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കളരിപ്പയറ്റിൻ്റെ എല്ലാ സാധ്യതകളും ഇന്ത്യൻ ഫോഴ്സിനകത്ത്, കാരണം കളരിപ്പയറ്റ് ഒരു സാധാരണ രീതിയിൽ നമ്മൾ കാണുന്ന ഒരു ജീവിതശൈലിയായിട്ട് നമുക്ക് വേണമെങ്കിൽ കാണാൻ പറ്റും. ഏറ്റവും മഹത്തരമായ ഒരു ആയോധന കലയായിട്ട് കാണാൻ പറ്റും. ഒരുപാട് സാധ്യതകളുള്ള ഒരു സെൽഫ് ഡിഫെൻസ് ടാക്ടിക്സ് നമുക്ക് കളരിപ്പയറ്റിൻ്റെ ടെക്നിക്സിനകത്തെല്ലാം കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇന്ത്യൻ ഫോഴ്സിലും അതുപോലെ തന്നെ CRPFനും ഒക്കെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യൻ നോളജസിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, കാരണം നമ്മളൊരു ഇന്ത്യൻ നോളജ് സിസ്റ്റം സെൻ്ററാണ്. മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷന് കീഴിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ഗവേഷണ സ്ഥാപനമാണ് അഗസ്ത്യം കളരി. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പഠനങ്ങൾ നടത്തുന്നു, ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പ്രത്യേകിച്ച് ഫോഴ്സുകളിലെല്ലാം തന്നെ കളരിപ്പയറ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി ഇന്ത്യൻ ആർമി, CRPF, അതുപോലെ തന്നെ നാഷണൽ പോലീസ് അക്കാഡമിയിൽ നമ്മളൊരു ട്രെയിനിങ് സെഷൻ കൊടുത്തിരുന്നു. പിന്നെ കസ്റ്റംസ്, നർക്കോട്ടിക്സ് പോലുള്ള ഇന്ത്യയുടെ ഫോഴ്സുകളെയെല്ലാം കളരിപ്പയറ്റ് പഠിപ്പിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഫോഴ്സുകളുടെ കയ്യിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒരു ആർമിയാണ്. അവരുടെ കയ്യിൽ എല്ലാ സോഫിസ്റ്റിക്കേറ്റഡ് വെപ്പൺസും ഉണ്ട്. അപ്പോൾ എന്തിന് കളരി എന്നൊരു ചോദ്യമുണ്ട്. അപ്പം ഇന്ത്യൻ ആർമിയുടെ സദേൺ ആർമി കമാൻഡർ ശ്രീ AK സിംഗ് ഒരിക്കൽ അഗസ്ത്യത്തിൽ വിസിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ആർമിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വെപ്പണറീസും ഉണ്ട്, എല്ലാ ശക്തിയും ഉണ്ട്, എങ്കിലും വൈ കളരി എന്ന് എൻ്റെ ഒരു ചോദ്യം അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദ അൾട്ടിമേറ്റ് വെപ്പൺ ഇൻ എ വോർ ഫീൽഡ് ഈസ് മൈൻഡ് എന്ന്. ഒരു യോദ്ധാവിനെ സംബന്ധിച്ചിടത്തോളം അവനെ മനസ്സിനെ കരുത്താക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അതിന് കളരിപ്പയറ്റിനെ പോലുള്ളൊരു മഹത്തരമായ ആയോധന കലയ്ക്ക് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിപ്പോൾ അങ്ങയോട് ആ കാര്യം ചോദിക്കുന്നത്, വൈ കളരി എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് ഞാൻ വരുവായിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പിൽ ശ്രീ മഹേഷ് എന്നൊക്കെ പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ ആ മനുഷ്യൻ മഹേഷ് ചേട്ടനാണ്. എനിക്ക് കഴിഞ്ഞ ഒരു 10 വർഷത്തിൽ കുറയാത്ത പരിചയമുണ്ട് നമ്മൾ തമ്മിൽ. പക്ഷേ ഞാൻ കാണുന്ന സമയത്ത് ഇങ്ങനെയല്ല ആള്. ഇപ്പോഴാണ് മഹേഷ് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഈ ഒരു ലുക്ക് ആൻഡ് ഇതിലേക്ക് വരുന്നത്. ഞാൻ ആദ്യം കാണുമ്പോഴത്തേനും ഇങ്ങനെയല്ല, വേറൊരു മുഖമൊക്കെ ആയിരുന്നു മഹേഷ് ചേട്ടന്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങ് കളരിയിലേക്ക് വന്നത്? എന്തുകൊണ്ടായിരുന്നു? ഞാൻ ഭാഗ്യവശാൽ ജനിച്ചത് ഒരു കളരിപ്പയറ്റിൻ്റെ പരമ്പരാഗതമായ പഠനങ്ങൾ നടക്കുന്ന ഒരു കുടുംബത്തിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സേതുവിന് അറിയാമല്ലോ, ഞാൻ ഏതാണ്ട് 25 ഇയേഴ്സോളം വിഷ്വൽ മീഡിയ തന്നെ ആയിരുന്നു. ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ക്രിയേറ്റീവ് ഹെഡായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ ഇൻവോൾവ് ചെയ്തിരുന്നു. പക്ഷേ ആ സമയങ്ങളിലെല്ലാം തന്നെ കളരിപ്പയറ്റ് നമ്മുടെ പഠനമായിട്ടും പഠിപ്പീരൊക്കെ ആയിട്ട് നമ്മുടെ വീട്ടിലിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അഗസ്ത്യം എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുവന്നത്, പ്രത്യേകിച്ച് കളരിപ്പയറ്റ് പോലുള്ളൊരു ആയോധന കലയ്ക്ക് ഒരുപാടധികം പഠനങ്ങൾ ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ ഒരു IKS സെൻ്ററായി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ പഠന ഗവേഷണങ്ങളെന്ന് പറയുമ്പോൾ ആദ്യത്തെ വർഷം നമ്മൾ പഠിച്ചത് സൈക്കോളജിക്കലായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ കളരിപ്പയറ്റിന് കൊണ്ടുവരാൻ പറ്റും കുട്ടികളിൽ
നമുക്കറിയാം കളരി പഠിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രയോജനമുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ ശാസ്ത്രീയമായിട്ട് അത് തെളിയിക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മളിപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 400ഓളം കുട്ടികളെ കളരിപ്പയറ്റ് അഭ്യസിപ്പിച്ചു. 16 ആഴ്ചകൾ കൊണ്ട് അവരുടെ സൈക്കോളജിക്കൽ ചേഞ്ചസ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ റെസീലിയൻസ്, കോൺഫിഡൻസ്, ഫിയർലെസ്നെസ്, സെൽഫ് എസ്റ്റീം എന്നിവയിൽ പ്രകടമായ മാറ്റം ഉണ്ടായി എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ അതിൻ്റെ റിസൾട്ട്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അത് നമുക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. ഇപ്പോൾ കളരിപ്പയറ്റ് കേരളത്തിലെ 30ഓളം വരുന്ന പെർഫോമിംഗ് ആർട്ട് ഫോംസിൽ കളരിപ്പയറ്റ് ഒരു ഫൗണ്ടേഷണൽ ട്രെയിനിങ് ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കഥകളി പഠിക്കണമെങ്കിൽ കളരി ഒരു ഫൗണ്ടേഷണൽ ട്രെയിനിങ് ആണ്. തെയ്യവും തിറയ്ക്കും കളരി ഒരു ഫൗണ്ടേഷണൽ ട്രെയിനിങ് ആണ്. നമുക്കറിയാം വേലകളി തുടങ്ങിയ ഒരുപാട് ആർട്ട് ഫോംസ് നമ്മൾ നോക്കുമ്പം കളരിപ്പയറ്റ് ഒരു ഫൗണ്ടേഷണൽ ട്രെയിനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ IKS സെൻറ്റർ ടേക്കപ്പ് ചെയ്തിരിക്കുന്ന പുതിയ പഠനം ഈ കേരളത്തിലെ പെർഫോമിംഗ് ആർട്ട് ഫോംസിൽ കളരിപ്പയറ്റിൻ്റെ സാധ്യതകൾ എന്താണ് എന്നുള്ളതാണ്. അപ്പം ഒരുപാടധികം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് കളരി. ഒരുപാട് സാധ്യതകൾ കിടക്കുന്നു. ലോകത്താകമാനം നമുക്ക് വിളിച്ചു പറയേണ്ടതായിട്ടുണ്ട് കളരിപ്പയറ്റ് ഒരു ലോകോത്തര ആയോധന കലയാണ് എന്നുള്ളത്. ഓക്കെ, ഇപ്പം അഗസ്ത്യത്തിൽ എത്ര പേരുണ്ട് ഈ പഠനത്തിനായി? നമ്മൾ ഒരുപാടധികം വിദ്യാർത്ഥികൾ നമ്മുടെ കൂടെ പഠിക്കുന്നു. മൾട്ടിപ്പിൾ സെൻറ്റേഴ്സ് ഉണ്ട്. അത് കൂടാതെ അഗസ്ത്യം ടേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ കളരിപ്പയറ്റിനെ എങ്ങനെ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിലെ തന്നെ 80% പോപ്പുലേഷനും കളരിപ്പയറ്റിനെ കുറിച്ചുള്ള ഗ്രാഹ്യം കുറവാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കളരിപ്പയറ്റിനെ എഫക്റ്റീവായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്. ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന്, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് അഗസ്ത്യത്തിൽ താമസിച്ച് പഠിക്കുന്ന ഒരുപാടധികം വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പമുണ്ട്. അല്ലാതെ സെൻറ്റേഴ്സിലൂടെ, ഓൺലൈൻ കണക്ടിവിറ്റിയിലൂടെ കളരിപ്പയറ്റിനെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനുള്ള ഒരു പരിശ്രമമാണ് അഗസ്ത്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്ന വിമൺ സെൽഫ് ഡിഫെൻസ് പ്രോഗ്രാം. കഴിഞ്ഞ 4-5 വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഇന്ത്യയിൽ ആകമാനം സഞ്ചരിച്ചുകൊണ്ട് കോളേജുകളിൽ, സ്കൂളുകളിൽ, ഓർഗനൈസേഷൻസിലും എല്ലാം കളരിപ്പയറ്റിൻ്റെ ഇൻട്രൊഡക്ടറി സെഷൻസ് കൊടുത്തുകൊണ്ട് ഏതാണ്ട് 16,000ഓളം പെൺകുട്ടികളെയാണ് നമ്മൾ ഇതുവരെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൂയിസൈഡ് റേറ്റ് പോലെ തന്നെ ഇന്ത്യയിൽ നേരിടുന്ന മറ്റൊരു യുവാക്കളുടെ ഇടയിൽ നേരിടുന്ന ഒരു വലിയ പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് റേപ്പ് കേസുകൾ. ഇന്ത്യയിൽ നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കിയാൽ അറിയാം, എല്ലാ ദിവസവും 50-60 പെൺകുട്ടികൾ റേപ്പ് ചെയ്യപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. ഇപ്പോഴും നമ്മൾ ഒരുപാട് മേഖലകളിൽ ഇവോൾവ് ചെയ്തു. എഡ്യൂക്കേഷനിൽ നമ്മൾ വന്നു, സാമ്പത്തികമായി ഉയർന്നു, സാംസ്കാരികമായിട്ട് നമ്മൾ ഒരുപാട് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത് എങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സിറ്റുവേഷൻ വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മാനസികമായ പരുവപ്പെടുത്തൽ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ഇത്തരം സ്കില്ലുകൾ പഠിപ്പിക്കുന്നില്ല. ഇത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണമെന്ന് അവർക്ക് അറിയില്ല. സാധാരണഗതിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു ഫൈറ്റ് റെസ്പോൺസുകൾ എന്ന് പറയും. നമ്മൾ ഓടി രക്ഷപ്പെടുക അല്ലെങ്കിൽ തിരിച്ച് ഫൈറ്റ് ബാക്ക് ചെയ്യുക എന്നുള്ളത്. ഈ റെസ്പോൺസുകൾക്കപ്പുറം ഒരു ഫ്രീസ് മോഡിലായി പോകുന്നു പെൺകുട്ടികൾ. അപ്പോൾ അത് കണക്കിലെടുത്തുകൊണ്ട് നമ്മൾ പെൺകുട്ടികൾക്കിടയിൽ ഈ ഒരു അവബോധം സൃഷ്ടിക്കാൻ, എങ്ങനെ ഒരു സിറ്റുവേഷനിൽ റെസ്പോണ്ട് ചെയ്യാം എന്നുള്ളൊരു അവബോധം സൃഷ്ടിക്കുക, കളരിപ്പയറ്റിൻ്റെ സ്കില്ലുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയ ആശയങ്ങളുമായാണ് നമ്മൾ ശക്തി എന്ന് പറയുന്നൊരു നേഷൻ വൈഡ് മൂവ്മെൻറ്റ് ആരംഭിച്ചത്. ഇപ്പം നമ്മൾ 16,000 പെൺകുട്ടികളെ നമ്മൾ ഇത്രയും സമയം കൊണ്ട് ട്രെയിൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, ചോദിക്കാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയപരിമിതി കൊണ്ട് മാത്രമാണ് നിർത്തുന്നത്. ശ്രീ മഹേഷ്, അപ്പം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന് ഒരുപാട് സന്തോഷം. അഗസ്ത്യം ഇനിയും വളർന്ന് പന്തലിച്ച് വലിയൊരു വൃക്ഷമായിട്ട്, ഇപ്പോഴേ വലിയ വൃക്ഷമാണ്, അത് ഇനിയും വലിയ വലിയ വേരുകൾ ഉള്ള വൃക്ഷമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരുപാട് സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. ഇന്ന് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പം നിങ്ങൾക്ക് ഈ സെഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുകയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം മഹേഷേട്ടൻ പറഞ്ഞ പോലെ ആണെങ്കിൽ കളരിപ്പയറ്റ് പഠിക്കാനൊക്കെ ഒരു പ്രായമൊക്കെ ഉണ്ടെങ്കിലും ആർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കൈ കളരിപ്പയറ്റിൽ നോക്കാം എന്ന ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്നും ഇനി 2 വട്ടം ആലോചിക്കേണ്ടതില്ല. ഒന്ന് കളരിപ്പയറ്റൊക്കെ പഠിക്കുന്നത് നമ്മുടെ ശരീരത്തിനും മാനസിക ഉല്ലാസത്തിനും ശാരീരിക ഉല്ലാസത്തിനും ഒക്കെ വളരെ നല്ലതാണ്.